ഈസീനോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ മിക്സ്ചറാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും, നന്നായിട്ട് നമ്മുടെ വീട്ടിലാവുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ആ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു അരിപ്പ വെച്ച് കൊടുക്കാം. 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഈ കടലമാവിനും അതിൽ 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് കടലമാവുമായിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. കടലമാവ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും, അപ്പോൾ ഒന്ന് അരിച്ചെടുത്താൽ നന്നായിട്ട് കിട്ടും. അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കട്ടകളുണ്ടാവും, അതൊക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ നേരിട്ട് ചേർക്കുമ്പോൾ ആ കട്ടകൾ അങ്ങനെ തന്നെയായിട്ട് കിടക്കും. അപ്പോൾ ഒന്ന് അരിക്കണത് നല്ലതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ മേലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാണ്ട് അങ്ങനെ നേരിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പാണെങ്കിലും മുളകാണെങ്കിലും അങ്ങനെ കട്ട പോലെയായിട്ട് കിടക്കും. അതാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കാമെന്ന് പറയണത്. ഇനി മിക്സ് ചെയ്തതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ എന്ന പോലെ സാധാ വെള്ളത്തിൽ തന്നെ, ചൂടുവെള്ളം ഒന്നും വേണ്ട, സാധാ വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകണ്ട, ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ ഒരു പാകം മതി. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്കും പാകത്തിനായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വെള്ളം ചേർത്തിട്ട്, കൂടുതൽ വെള്ളമാവാണ്ട്, ബൂന്തിക്ക് അധികം വെള്ളമായി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കുക. കൂടുതൽ നല്ല ലൂസാവണ്ട, കുറച്ചൊരു കട്ടി പോലെ വേണം, എന്നെങ്കിലാണ് അത് ശരിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എന്താ ഇങ്ങനൊരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മതി, കൂടുതൽ ലൂസും വേണ്ട, അതുപോലെ കൂടുതൽ കട്ടയായിട്ടും വേണ്ട, ഇങ്ങനെ മതി. ഇതിനായിട്ട് 2 നൂലപ്പത്തിൻ്റെ 2 അച്ചുകൾ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വണ്ണുള്ളതാണ്, ഇത് കുറച്ച് ചെറിയതാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയതിൽ കൂടെയാണ് ഉണ്ടാക്കിയെടുക്കണത്. ഇത് നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കണതാണ്. അതിനായിട്ട് ആദ്യം ഞാൻ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പരട്ടിയിട്ടുണ്ട്. ഇനി അച്ചിട്ട് കൊടുക്കുക. കറക്റ്റാണോ എന്ന് നോക്കണം. അതിന് ശേഷം ഈ മാവൊക്കെ ഇതിലിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, എന്നാലും ഞാനൊന്ന് കാണിച്ചതെന്ന് മാത്രം. ഇനി ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കപ്പലണ്ടിയാണ്. അത് ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പൊട്ടുകടല അതൊരു 1/2 കപ്പ്. കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് വെള്ളമൊക്കെ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും. പിന്നെ ഒരു 4 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കപ്പലണ്ടി ആണെങ്കിലും പൊട്ടുകടലയാണെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരളവിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വെച്ചെന്ന് മാത്രം. ഇനി ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിനായ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ചിറ്റിയെടുക്കാം. ചെറിയ ഇതായ കാരണം തീ കുറവിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ മറിച്ചിടണം. കട്ടിയുള്ള അച്ചിലല്ലല്ലോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ നൈസായ കാരണം പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിടണം, അല്ലെങ്കിൽ കരിയുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒന്നും കൂടി ആയാൽ കോരി മാറ്റാം. അതാ നല്ലൊരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. വീണ്ടും അതുപോലെ തന്നെ അങ്ങനെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ അതാ എല്ലാതും വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല കളറിൽ തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല മൊരിമൊരിപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കളറിൽ തന്നെ എടുക്കാൻ നോക്കുക. ബ്രൗൺ കളറായിട്ട് വറുത്ത് കോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഒക്കെ കരിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇത് നൈസായ കാരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇടലും മറിച്ചിടലും എടുക്കലും തന്നെ വേണം. എടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതെന്താ തളർന്ന പോലെ ഇരിക്കുന്നത്, പക്ഷെ അത് അങ്ങനെ ഇരുന്നോട്ടെ. അത് ഇത് പാത്രത്തിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും അതിങ്ങനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇതുപോലെയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ബൂന്തി ഉണ്ടാക്കാൻ നോക്കാം. ഈ എണ്ണയിൽ തന്നെ ബൂന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ചട്ടകാണ് വേണ്ടത്. അത് ഒന്നും കൂടി വലിപ്പമുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഹോള് കുറച്ച് വലിപ്പമുള്ളതും. ഇത് ഞാൻ ചെറുതാണ്, അപ്പോൾ ഇതിലൊഴിച്ചിട്ട് ബൂന്തി ഉണ്ടാക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. വേഗം വേഗം ഇങ്ങനെ
ആക്കി കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഒന്നൊരു ക്രിസ്പി ആയിട്ട് വേണം അത് എടുക്കാനായിട്ട്. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു പഞ്ഞി പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ബൂന്തിയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് കടലയും പൊട്ടുകടലയൊക്കെ വറുത്തെടുക്കാം. ഇനി എടുത്ത് വെച്ച ഈ കപ്പിലണ്ടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ. അപ്പോൾ കപ്പിലണ്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ വറുത്ത് കോരി ഇനി പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അതും അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതും കോരാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് എങ്ങനത്തെ എണ്ണയിലാണാവോ അവരുണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അത് കാരണം അധികം ബേക്കറി സാധനങ്ങളൊന്നും നമുക്ക് മക്കൾക്ക് മിക്സറൊന്നും വാങ്ങി കൊടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല എണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഇപ്പോഴും നമ്മൾ ബേക്കറി സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി വേപ്പിലയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയാകുമ്പോൾ നല്ലൊരു മണമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാതും വറുത്ത് വെച്ചതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് നീളത്തിലായിട്ടാണല്ലോ. അപ്പോൾ ഒരു മിക്സറിലൊക്കെ കാണുന്ന ഒരു പാകത്തിനായിട്ട് കൂടുതലായിട്ട് പൊടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതാ ഈ പാകത്തിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മിക്സറിലുള്ള പോലെ തന്നെ ആയിട്ട് എടുത്തിട്ടുണ്ട്. കനം കുറയുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കനം കൂടുന്നതിനെക്കാട്ടും ടേസ്റ്റ് തോന്നുന്നത് കനം കുറച്ചതാണ്. ഇനി ഇതിലേക്ക് മറ്റേ വറുത്ത് കോരിയതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അല്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഭാഗത്തേക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് എത്തണം. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സർക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല എരിവും അതുപോലെ തന്നെ ഉപ്പും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും എരിവും ഇട്ട് നോക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിനാണോ എന്നൊന്ന് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല എണ്ണയിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. കപ്പലണ്ടിയും പൊട്ടുകടലയൊക്കെ ഉണ്ടായാൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ വറുത്ത് കോരുക. പെട്ടെന്ന് ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.